PSC നിയമനത്തിന് CPM നേതാവ് കോഴ വാങ്ങിയെന്ന പരാതി തള്ളാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ നിയമനങ്ങളിൽ അഴിമതിയില്ലെന്നും എന്നാൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് മുഖേന ജോലി വാഗ്ദാനം ചെയ്തെന്ന ആരോപണം പ്രമോദ് കോട്ടുളി നിഷേധിച്ചു. PSC നിയമനം വാഗ്ദാനം ചെയ്ത് CPMന്റെ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയെന്ന ആരോപണം മുസ്ലിം ലീഗ് MLA ഷംസുദ്ദീനാണ് ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത്. പരാതിയുണ്ടെന്ന വാർത്തകളെ തള്ളാതിരുന്ന മുഖ്യമന്ത്രി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. PSC നിയമന ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ഞങ്ങൾ PSC മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നത് അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഹോമിയോ ഡോക്ടർ തസ്തികയിലേക്കുള്ള PSC നിയമനത്തിന് പ്രമോദ് കോട്ടുളി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതാണ് പരാതി. മന്ത്രി മുഹമ്മദ് റിയാസ് മുഖേന നിയമനം നൽകാമെന്ന് ഉറപ്പ് നൽകിയെന്നാണ് പരാതിയിലുള്ളത്. ആരോപണങ്ങൾ പ്രമോദ് കോട്ടുളി നിഷേധിച്ചു. കോഴ ആരോപണത്തിൽ കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. തുടർച്ചയായി നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കരുതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ വലിച്ചിഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അടുത്ത ദിവസം ചേരും. പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി ഈ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.